നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് വെറൈറ്റി ആയിട്ടുള്ളൊരു ഓംലെറ്റാണ് പ്രിപ്പയർ ചെയ്യുന്നത്. പൊട്ടറ്റോ ഓംലെറ്റാണ് നമ്മളിന്നിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. നാടൻ മുട്ടയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അതിനുശേഷം ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് നുറുക്കിയിട്ടുണ്ട്. ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളി എടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും. അപ്പോൾ ഇതെല്ലാം നൈസായിട്ട് നുറുക്കി വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്കിതിനെല്ലാം മിക്സ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മുട്ടയിലേക്കും വെജിറ്റബിൾസിലേക്കും എല്ലാം പാകത്തിനുള്ള ഉപ്പ് നമുക്ക് ആദ്യമേ തന്നെ മുട്ടയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഓരോരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം പൊട്ടാറ്റോ ഇട്ട് കൊടുക്കുക. അപ്പോൾ പൊട്ടാറ്റോ ഞാൻ സെപ്പറേറ്റ് കുക്ക് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഓംലെറ്റ് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ പിന്നെ ഒത്തിരി പച്ച കടിക്കുന്ന ആ ഒരു ഫീൽ ഉണ്ടാവും നമുക്ക്. അപ്പോൾ അതുകൊണ്ട് സെപ്പറേറ്റ് കുക്ക് ചെയ്ത ശേഷം ചെറുതായിട്ട് നുറുക്കിയെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും സവാളയും അതുപോലെ തന്നെ തക്കാളിയും മറ്റ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്യാരറ്റോ അല്ലെങ്കിൽ ക്യാബേജോ അങ്ങനെ എന്തെങ്കിലും വെജിറ്റബിൾസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ മുട്ടയുടെ എണ്ണത്തിൽ വ്യത്യാസം വരുത്തിയാൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് സ്പ്രിങ് ഓണിയൻസോ അല്ലെങ്കിൽ മല്ലിയിലയോ ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ വേറൊരു ഫ്ലേവർ, നല്ലൊരു ഫ്ലേവർ ഉള്ളൊരു ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ആ മുട്ടയിൽ ഇൻഗ്രീഡിയൻസിൻ്റെ കണ്ടൻസ് മാറ്റി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ടേസ്റ്റ് പരീക്ഷിച്ച് നോക്കാമല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുവാണ്. അപ്പോൾ നമ്മൾ ഉപ്പും ആ വെജിറ്റബിൾസും മുട്ടയും എല്ലാം ആയിട്ട് നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് വരണം. അപ്പോൾ അതുവരെ ജസ്റ്റ് ഇങ്ങനെ സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫോർക്ക് വെച്ചിട്ടായാലും സ്പൂൺ വെച്ചിട്ടായാലും ഇങ്ങനെ വലിയൊരു ബൗളിലിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് പതഞ്ഞ് കിട്ടും നമ്മളെ മുട്ട. അപ്പോൾ അതിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് മാത്രമേ ഞാനിവിടെ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വെച്ചാൽ കുരുമുളക് പൊടിയോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെ ടേസ്റ്റിന് വേറൊരു ഫീലായിരിക്കും വരിക. നമ്മളിപ്പോൾ മഞ്ഞൾപ്പൊടിയും പച്ചമുളകും കുരുമുളക് പൊടി ഇടുന്നില്ല, അതിന് പകരം മുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത്. ഇപ്പോൾ മുളക് പൊടി യൂസ് ചെയ്യുമ്പോൾ കുരുമുളക് പൊടിയുടെ ആവശ്യം വരുന്നില്ല ഇവിടെ. അത് മാത്രമായിട്ട് നിങ്ങൾക്ക് ഇട്ടാലും വേറൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് പതപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്തു. അപ്പോൾ നമ്മൾ സൈഡിലൊക്കെ ഒന്ന് ചുറ്റിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ആ മുട്ട മറിച്ചിടാനായിട്ടൊക്കെ എളുപ്പമായിരിക്കും. അറ്റത്ത് ഇങ്ങനെ പിടിക്കത്തൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ കൂട്ട് ആ ഓയിൽ ചൂടായി കിടക്കുന്നതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ഇങ്ങനെ സ്പ്രെഡായി വന്നിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് നമ്മൾ ആ മുട്ട ഇങ്ങനെ കിടന്ന് കുക്കാവുന്നത്. അപ്പോൾ വെജിറ്റബിൾസ് എല്ലാം ഇങ്ങനെ സ്പ്രെഡായി കിടക്കുമ്പോൾ കാണാൻ തന്നെ ഒരു പിസയുടെയൊക്കെ ഒരു ഫീലുണ്ടല്ലേ. അപ്പോൾ കഴിക്കാനും അതുപോലെ നല്ല ടേസ്റ്റാണ്. ഈസി ആയിട്ട് എല്ലാവർക്കും എല്ലാ ഇൻഗ്രീഡിയൻസും കിട്ടുകയും ചെയ്യും. അപ്പോൾ അതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നല്ല ഇഷ്ടമാവും എല്ലാവർക്കും. അപ്പോൾ നമ്മൾ സൈഡൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് തിരിച്ചിടാം. അപ്പോൾ ഞാൻ ഒന്ന് മറിച്ചിടുവാണ്. അപ്പോൾ ഞാനിവിടെ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരുന്നത്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നിറം മാറി വന്നിട്ടുണ്ട്. പുറം വശം ഒരു ബ്രൗൺ ഷെയ്ഡ് ആയിപ്പോയി. അപ്പോൾ നമുക്കിത് മറുഭാഗം കൂടെ കുക്കായ ശേഷം ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഞാനിവിടെ മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എഗ് പൊട്ടറ്റോ ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ.